സർജറി കഴിഞ്ഞ് 24-ാം തീയതി തന്നെ ഫസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്ലേറ്റ് ചരിഞ്ഞാൽ നിൽക്കുന്ന അതിൻ്റെ അകത്ത് ബോൾട്ടിന് ഇത് സ്ക്രൂ ഊരി കിടപ്പുണ്ട്. കുട്ടിയായതുകൊണ്ട് അത് റെഡിയാവുമെന്ന് പറഞ്ഞു. വീണ്ടും നമ്മളവിടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞ് വീണ്ടും പ്ലാസ്റ്റർ ഇട്ടു. പിന്നെ ഫെബ്രുവരി 2-ാം തീയതി നമ്മൾ വീണ്ടും അവിടെ ചെന്ന് ലാസ്റ്റ് പ്ലാസ്റ്റർ നീക്കം ചെയ്തപ്പോഴാണ് കൈക്ക് വളവ് നല്ലപോലെ തോന്നിക്കുന്നത്. എല്ലാം അകന്നിരിക്കുവാണ്, ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും ഒരു സർജറി വേണ്ടി വരും, ഗ്രാഫ്റ്റിങ്ങേ നടക്കത്തുള്ളൂ, അല്ല വേറെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല, പ്ലേറ്റ് ഇട്ടാൽ കുഞ്ഞിൻ്റെ കൈ റെഡിയാകത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്കും ഗ്യാപ്പുണ്ട്. അവർക്ക് വെറും നിസ്സാരമാണ്. പക്ഷേ നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും ആ കുഞ്ഞിൻ്റെ ഭാവി, അവന് 14 വയസ്സുള്ളൂ, അവന് ഇനിയും മുമ്പോട്ട് ജീവിതങ്ങളുണ്ട്. ആദ്യത്തെ ഒരു സർജറിയുടെ വേദന ഒരുപാട് സഹിച്ചുകൊണ്ട് അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരു സർജറിക്ക് സമ്മതിക്കത്തില്ല, എൻ്റെ കൈ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇടുപ്പല്ലിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഭയങ്കരമായിട്ടും വേദനയാണ്. അവരുടെ ഒരു ഇതുകൊണ്ട് തന്നെ കുഞ്ഞിനിങ്ങനെ പിന്നെയും ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നത്. പിന്നെ ഫുട്ബോളിൻ്റെ ടീമിലൊക്കെ അവൻ സെലക്ട് ആയതായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിനും അവന് പോകാൻ പറ്റിയില്ല. നമ്മുടെ അടൂർ മണ്ണടിയിലായിരുന്നു അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ. കുഞ്ഞിനെ പരീക്ഷിക്കാൻ ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. നമസ്കാരം. കൈ ഒടിഞ്ഞതിനെ തുടർന്ന് കോന്നി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയ 14 വയസ്സുകാരൻ്റെ കൈ വളഞ്ഞു പോയതായി പരാതി. പത്തനംതിട്ട കോന്നി അരുവാപ്പുലം സ്വദേശിയായ ഷാജഹാൻ്റെ മകൻ തൻസീറിൻ്റെ കൈയാണ് വളഞ്ഞു പോയത്. കഴിഞ്ഞ നവംബർ 15-നാണ് ഇവർ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. പിന്നീട് ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കുമാണ് ഈ കാര്യം, കൈ വളഞ്ഞ കാര്യം മനസ്സിലാകുന്നത്. എന്നാൽ കോന്നി മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ കൃത്യമായ മറുപടി നൽകിയില്ല. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ വീണ്ടും നടത്തുകയായിരുന്നു. ഇപ്പോൾ തൻസീർ വീട്ടിൽ വിശ്രമത്തിലാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കോന്നി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ പ്രതികരണം ഈ കുടുംബത്തെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ നിസ്സാരവൽക്കരിക്കുകയാണ് ഈ സംഭവം എന്ന് കുടുംബം പറയുകയും ചെയ്യുന്നു. എനിക്ക് ഒപ്പം ഇപ്പോൾ ഷാജഹാനും ഷാജഹാൻ്റെ ഭാര്യയും നമുക്കൊപ്പമുണ്ട്. നമുക്ക് ചോദിക്കാം, നിങ്ങൾ എന്നാണ് ഈ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി ചെല്ലുന്നത്? കോന്നി മെഡിക്കൽ കോളേജിൽ നവംബർ 15-ാം തീയതിയാണ്. നവംബർ 15-ാം തീയതിയാണ് കുട്ടി വീഴുന്നത്. ഒരു 10-10:30 ആയപ്പോൾ വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ 2 പ്രാവശ്യം CMR ചെയ്തിട്ട് പിന്നെ നവംബർ 19-ാം തീയതി കുഞ്ഞിന് CMR ചെയ്തപ്പോൾ എല്ലാം എടുക്കാത്തത് മൂലം സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 19-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. 24-ാം തീയതി സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് 24-ാം തീയതി തന്നെ ഫസ്റ്റ് എക്സ്റേ എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു പ്ലേറ്റ് ചരിഞ്ഞാൽ നിൽക്കുന്ന അതിൻ്റെ അകത്ത് ബോൾട്ടിന് ഇത് സ്ക്രൂ ഊരി കിടപ്പുണ്ട്. അപ്പം നമ്മളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതെല്ലാം ഓക്കെയാണ്, കറക്റ്റ് ആയിട്ടുണ്ട്, കുട്ടിയായതുകൊണ്ട് അത് റെഡിയാവുമെന്ന് പറഞ്ഞു. വീണ്ടും നമ്മളവിടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞ് വീണ്ടും പ്ലാസ്റ്റർ ഇട്ടു. പ്ലാസ്റ്റർ ഇട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പ്ലാസ്റ്റർ നീക്കം ചെയ്തു. വീണ്ടും വേറെ പ്ലാസ്റ്റർ ഇട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് അവരോട്. അപ്പോൾ കുഞ്ഞിൻ്റെ കൈയുടെ അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കുട്ടി അത് വളരുന്നതനുസരിച്ച് റെഡിയാവും, നൂരും എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് നമ്മളതൊരു ഡോക്ടർ പറഞ്ഞായതുകൊണ്ട് നമ്മളതൊരു വിശ്വാസമായിട്ട് എടുത്തു. പിന്നെ ഫെബ്രുവരി 2-ാം തീയതി നമ്മൾ വീണ്ടും അവിടെ ചെന്ന് ലാസ്റ്റ് പ്ലാസ്റ്റർ നീക്കം ചെയ്തപ്പോഴാണ് കൈക്ക് വളവ് നല്ലപോലെ തോന്നിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നു. ബ്ലഡ് ടെസ്റ്റും കൊണ്ട് നമ്മളവിടെ ചെന്നപ്പോൾ ഓർത്തോ സർജൻ അരുൺ മാത്യു ജോർജാണ് കുഞ്ഞിൻ്റെ കൈ സർജറി ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളി ഉച്ച കഴിഞ്ഞില്ലാത്തത് കൊണ്ട് പകരം ഒരു ഡോക്ടർ ഇത് കണ്ടിട്ട് പറഞ്ഞു, പിന്നെ നാളെ വന്ന് ഓർത്തോയെ കാണാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും ഇതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ഒരു സർജറി വേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഫിസിയോതെറാപ്പിക്ക് എഴുതി തന്നു. അപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് എല്ലാം ഇടുന്നത് അത് ഇട്ട് കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആയി പോകും, അതുകൊണ്ട് വേറെ പ്ലേറ്റാണ് ഇടുന്നത്. പ്ലേറ്റ് ഇടുന്ന കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും ഫിസിയോതെറാപ്പിക്ക് വീണ്ടും ഒരിടത്ത് വന്ന് അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മൊത്തം ഇതിൻ്റെ അകത്ത് എല്ലാം അകന്നിരിക്കുവാണ്, ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും ഒരു സർജറി വേണ്ടി വരും, ഗ്രാഫ്റ്റിങ്ങേ നടക്കത്തുള്ളൂ, അല്ല വേറെ ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല, പ്ലേറ്റ് ഇട്ടാൽ കുഞ്ഞിൻ്റെ കൈ റെഡിയാകത്തില്ല എന്ന് വെച്ചാൽ അത്രയ്ക്കും ഗ്യാപ്പുണ്ട്. അങ്ങനെ നിലവിൽ നമ്മളിപ്പോൾ കോന്നി എലിയറക്കൽ ബിൽവേഴ്സ് ഹോസ്പിറ്റലിലാണ് കുഞ്ഞിൻ്റെ സർജറി ചെയ്തത്. ഇപ്പോൾ എളിയിൽ നിന്നും എല്ലെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. കുഞ്ഞിന് ആ സർജറി ചെയ്തതോടുകൂടി തന്നെ കുഞ്ഞിൻ്റെ കൈ ഒടിയുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും എങ്ങനെയാണോ ഇരുന്ന ആ രീതിയിൽ അവരാക്കി തന്നിട്ടുണ്ട്. അവിടെ ഇന്നലെ ഇപ്പോൾ സൂപ്രണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നലെ പ്രസവിച്ച് വീണ കുട്ടി നാളെ MBBS ആക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്ത വീട്ടിൽ നാളെ കയറി താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് വെറും നിസ്സാരമാണ്. പക്ഷേ നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും ആ കുഞ്ഞിൻ്റെ ഭാവി, അവന് 14 വയസ്സുള്ളൂ, അവന് ഇനിയും മുമ്പോട്ട് ജീവിതങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ കൈയും വളഞ്ഞിരിക്കുന്നത് പുള്ളി കാണിച്ചു തന്നു. പുള്ളിക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് കാണും. നമ്മളൊരു കൂലിപ്പണിക്കാരനാണ്, പുള്ളിക്ക് സർക്കാർ ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. നമ്മുടെ കുഞ്ഞിന് 14 വയസ്സുള്ള, അവന് ഇനിയും ജീവിതം മുമ്പോട്ടുള്ളതാണ്. അവന് സാമ്പത്തികമായിട്ട് സ്വത്തൊന്നും നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അവരതൊക്കെ വെറും നിസ്സാരമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ആരോഗ്യമന്ത്രിക്കും എല്ലാം നമ്മൾ പരാതി കൊടുത്തിട്ട് പോലും, പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തു. അവരെ DCC ഓഫീസിൽ നിന്ന് അവരുടെ ആൾക്കാർ മാത്രമേ നമ്മുടെ നിലവിൽ നമ്മുടെ കുഞ്ഞിനെ വന്ന് സന്ദർശിക്കുകയും പിന്നെ വേണ്ടത്ര ഹോസ്പിറ്റലിൽ സഹായങ്ങൾ ഒരുക്കി തരുകയും ചെയ്തത്. അല്ലാതെ നമ്മുടെ മറ്റുള്ള ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നല്ല മറ്റുള്ളവരാരും
ആരോഗ്യമന്ത്രി ആയാൽ പോലും ഇതുവരെ നമ്മളെ വിളിച്ചിട്ട് എന്തുവാന്ന് പോലും ഒന്നും തിരക്കിയിട്ടില്ല. പിന്നെ ഇന്നലെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൻ്റെ ഒരാൾ വന്നു കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഇതുവരെ വേറെ ആരും ഇതുവരെ നമുക്ക് നിലവിൽ ബന്ധപ്പെട്ടിട്ടില്ല. വലിയ വിഷമമായി പോയി. കൈ വളഞ്ഞു കഴിയുമ്പോൾ മോനെ ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. ഭയങ്കര വിഷമമായിരുന്നു. ഡോക്ടർ കൈ അഴിച്ച് കാണിച്ച പിന്നെ അവന് ഒത്തിരി ആശ്വാസമായി. കാരണം അവൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ ഇനി നേരെ ആവത്തില്ല. പിന്നെ ആദ്യത്തെ ഒരു സർജറിയുടെ വേദന ഒരുപാട് സഹിച്ചുകൊണ്ട് അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരു സർജറിക്ക് സമ്മതിക്കത്തില്ല, എൻ്റെ കൈ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് സമ്മതിച്ചത്. എന്തുവാന്നേലും എന്തോ പറയുന്നു, ഒരുപാട് ഈ 2.5 മാസത്തിനുള്ളിൽ ഒരുപാട് വേദന കുഞ്ഞ് തിന്നു, ഒത്തിരി വേദന. കാരണം ഇപ്പോഴാണെങ്കിൽ ഒന്ന് കുഞ്ഞിനാണെങ്കിൽ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഇപ്പം ഇന്നത്തെ ദിവസം ചെറുതായിട്ട് ഞങ്ങളൊന്ന് പിടിച്ച് ഇതൊക്കെ എണ്ണിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ നമ്മുടെ ഇടുപ്പല്ലിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഭയങ്കരമായിട്ടും വേദനയാണ്. എന്തുവന്നാലും ആ കൈ ശരിയായതോടുകൂടി കുഞ്ഞിന് ഒത്തിരി ഒരു ഇതുണ്ട്, സന്തോഷവും. സ്കൂളിൽ പോകാത്തതിൻ്റെ വിഷമമുണ്ട്. കാരണം ഫൈനൽ പരീക്ഷയല്ലേ വരുന്നത്, ഇനി അവൻ 10ലോട്ടാണ്. അപ്പോൾ അവന് പോകാത്തതിൽ ഇപ്പം കൈ ശരിയാകും, ഈ ഫെബ്രുവരിയിൽ പ്ലാസ്റ്റർ എടുത്തപ്പം ശരിയാകും, എനിക്ക് സ്കൂളിൽ പോകാമെന്നൊക്കെ ഉള്ളൊരു സന്തോഷത്തിലാണ് ഇരുന്നത്. അപ്പോൾ കൂട്ടുകാർ പോവുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമം അവന്. അപ്പോൾ എന്തു ചെയ്യാനാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു ഇതുകൊണ്ട് തന്നെ കുഞ്ഞിനിങ്ങനെ പിന്നെ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നത്. നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആയി കാണുമല്ലോ. പിന്നെ നമ്മൾ ഒരാൾ പോയാൽ നമ്മുടെ കുടുംബം കഴിയുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ അവിടെ 3 കുട്ടികളാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ 2.5 മാസത്തിനുള്ളിൽ അവിടെ ഒരു സർജറി, പിന്നെ പെട്ടെന്ന് ഇവിടെ അടുത്തത് വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട്. കാരണം അണ്ണനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, വേറെ ആരുമില്ല കൂടെ, കുട്ടികളെ നോക്കണമെങ്കിലും. അപ്പം ജോലിക്കൊന്നും ആ സമയത്തൊന്നും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പിന്നെ ഇപ്പം 5-ാം തീയതി ആയപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പം ഫെബ്രുവരി 5-ാം തീയതി പോയി. അപ്പം ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ 10-ാം തീയതി പോയി, ഫെബ്രുവരി 10-ാം തീയതി പോയി. 10-ാം തീയതി പോയപ്പോഴത്തേക്കിന് ഡോക്ടർ പറയുന്നത്, എന്നിട്ടും ഞാൻ ചോദിച്ചു ഡോക്ടർ എന്താ ഈ ബോൺസ് ഇങ്ങനെ അകന്ന് നിൽക്കുന്നത്. അപ്പോഴും നമ്മളോട് വേറൊന്നും പറഞ്ഞില്ല, റീഓപ്പൺ ചെയ്യണം, ഒന്നും കൂടെ ഇത് ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ചെയ്യുന്നത്, എങ്ങനെ ഈ ഇംപ്ലാന്റ് ആണോ പിന്നെ ഇടുന്നത്. അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ചിലപ്പം ഈ ഇംപ്ലാന്റ് എടുത്തിട്ട് ചിലപ്പം ഇത് എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് വേറെ ഒരെണ്ണം ഇടണം. അപ്പം ഞാൻ ചോദിച്ചു എന്താ, അത് കമ്പി തന്നെ ഇടുന്നതെന്നാണ് പറഞ്ഞത്, പ്ലേറ്റ് തന്നെ ഇടുന്നത്. ഇന്ന് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും നാളെ വന്ന് പിന്നെ നിങ്ങൾ അഡ്മിറ്റ് ആകണമെന്ന്. കാരണം ഇത്രയും ഇത് ഞാൻ അറിഞ്ഞു, മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി അറിഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ പോയപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ. അത് നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് ആണെന്നൊന്നും അപ്പോഴും പറഞ്ഞു തന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിന് ഈ 2.5 മാസം കൊണ്ട് ഇത്രയും വന്നു. ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളതിന് ഞങ്ങൾക്കൊരു മറുപടി തരാതെ ഞങ്ങൾ തിരിച്ച് പിന്നെ എന്ത് ധൈര്യത്തിലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിനകത്തൊരു ഇത് തോന്നുന്നില്ല. പിന്നെയും ഞാൻ അഡ്മിറ്റായി കുഞ്ഞിൻ്റെ സർജറി അവിടെ ചെയ്ത് അത് സക്സസ് ആവുമെന്ന് എന്താ ഞങ്ങൾക്ക് ഉറപ്പ്. ഞങ്ങൾക്ക് കുഞ്ഞിനെ പരീക്ഷിക്കാൻ ഇട്ട് കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. കാരണം ഞങ്ങൾ മാതാപിതാക്കളാണ്, നമുക്ക് അതിൻ്റേതായിട്ടുള്ള വിഷമമുണ്ട്. കാരണം ഈ 2.5 മാസം കൊണ്ട് അവർ നമുക്കൊന്നും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. ഇങ്ങനെ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളോട് തുറന്നു പറയാമല്ലോ. നമുക്ക് ഒരു സർജറി വേണമെങ്കിൽ നമ്മളോട് തുറന്നു പറയണം. ഇതിപ്പോൾ പ്രശ്നങ്ങളായതിൻ്റെ പേരിൽ പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമല്ല അവിടെ ചെയ്താൽ ശരിയാകുമെന്നുള്ളത്. ഭയങ്കര ഒരു വിഷമമാണ്. അതായത് ഇപ്പോൾ ഒരു 3.5 മാസം കൊണ്ട് സ്കൂളിൽ പോകാനൊക്കുന്നില്ല. പിന്നെ അതുപോലെ ഇപ്പോൾ ഫെബ്രുവരിയിൽ സ്കൂളിൽ വീണ്ടും തുടർച്ചയായിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു സർജറി വേണ്ടി വന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം ആ കൈയുടെ വേദന ഉള്ളായിരുന്നു. ഇപ്പോൾ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്തതായതുകൊണ്ട് ഇപ്പോൾ തുടയുടെയും കൈയുടെയും കൂടെ 2 വേദനയായതുകൊണ്ട് കുഞ്ഞിനിപ്പോൾ നിലവിൽ ഉറക്കമില്ല. പിന്നെ 2.5 മാസത്തിനിടയ്ക്ക് 2 സർജറി എന്ന് പറയുമ്പോൾ ഈ അനസ്തേഷ്യയുടെ പ്രോബ്ലം ആയ പിന്നെ ഇപ്പോൾ തലവേദനയായിട്ടുണ്ട്. കുഞ്ഞിന് രാത്രി ഉറക്കമില്ല, ഭയങ്കര വെപ്രാളം. പിന്നെ അതുമായിട്ട് സ്കൂളിലാണെങ്കിൽ സ്പോർട്സുമായിട്ട് അവൻ നല്ല ഇതായിരുന്നു. പിന്നെ ഫുട്ബോളിൻ്റെ ടീമിലൊക്കെ അവൻ സെലക്ട് ആയതായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിനും അവന് പോകാൻ പറ്റിയില്ല. നമ്മുടെ അടൂർ മണ്ണടിയിലായിരുന്നു അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത് സംഭവിച്ചാൽ പിന്നെ ഇപ്പോൾ 3.5 മാസമായി. ഇനിയിപ്പോൾ അവൻ അമ്മേൻ്റെ പേര് അതിൽ നിന്ന് വെട്ടിക്കളയുമോ, അല്ല അവനെ വീണ്ടും തുടർച്ചയായിട്ട് ഇത് സെലക്ട് ആക്കുമോ എന്നുള്ളതൊക്കെ ഉള്ള ഭയങ്കര വിഷമങ്ങളാണ്. ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്, ടീച്ചർമാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, തൻസീർ എപ്പോൾ വന്നാലും തൻസീറിനെ ഇതിൽ ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അത് അവനോട് എത്ര പറഞ്ഞാലും അവനത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ 3 മാസം കൊണ്ട് അവൻ നിലവിൽ സ്കൂളിൽ പോയിട്ടില്ല. ഇപ്പോൾ വീണ്ടും അടുത്തൊരു സർജറി എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ 2 മാസം റെസ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 5 മാസം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിനത് 10-14 വയസ്സുള്ള കുഞ്ഞവനിപ്പോൾ കളിച്ച് നടക്കേണ്ട പ്രായമാണ്. അപ്പോൾ അവനത് മാനസികമായിട്ടൊരു വല്ലാത്തൊരു വെപ്രാളവും പിന്നെ ഈ വേദന, ഇപ്പോൾ ഒരു കാലിൻ്റെയും കൂടെ ഇതെടുത്തത് കൊണ്ട്, അസ്ഥി എടുത്ത് ബോൺ ചെയ്തേക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള വേദന, ഇപ്പോൾ 2 വേദനയും കൂടെ സഹിക്കണം. കൈയുടെ വേദനയുണ്ട്, കാലിൻ്റെ വേദനയുണ്ട്.
തികച്ചും നിരുത്തരവാദിത്തപരമായ സമീപനമാണ് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കാര്യത്തിൽ അവർ പല നിർവചനങ്ങളും നൽകിയെങ്കിലും അതൊന്നും തൃപ്തികരമല്ല. ഈ കുഞ്ഞിൻ്റെ പഠനത്തിൽ സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ മിടുക്കനായിരുന്ന ഈ കുഞ്ഞിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. 2 ശസ്ത്രക്രിയ നടത്തേണ്ടതായി വന്നു. ആ മാനസികമായും തളർന്നു. കുടുംബവും മാതാപിതാക്കളും മാനസികമായി തളർന്നിരിക്കുകയാണ്. ഒപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടും നേരിടുകയാണ്. സാധാരണക്കാരായ ഒരു കുടുംബത്തിനാണ് ഇത്തരത്തിൽ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇത്തരമൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. അതിൽ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോന്നി.